മഹാഭാരതം വീട്ടിൽ വായിച്ചാൽ തമ്മിൽ തല്ലിന്നുള്ള മണ്ടത്തരമൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. മഹാഭാരതമാണ് വായിക്കേണ്ടത്. അത് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല അബദ്ധങ്ങളും ഉണ്ടാവില്ല. ഒന്ന് ഓർക്കണം, ഭഗവത്ഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. വിഷ്ണു സഹസ്രനാമം ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. ഭീഷ്മോപദേശം ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. അനുഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. വ്യാദഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. എത്രയോ ധർമ്മോപദേശങ്ങൾ, യക്ഷപ്രശ്നമൊക്കെ ഇരിക്കുന്ന മഹാഭാരതത്തിൻ്റെ അകത്താണ്. ആ മഹാഭാരതത്തിനാണോ വീട്ടിൽ വായിക്കരുതെന്ന് പറയണത്? പിന്നെ നിങ്ങൾ എന്താ വിഷ്ണു സഹസ്രനാമം വായിക്കുകയും അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യണത്? ആദ്യന്തം കമ്പോട് കമ്പ് 1.25 ലക്ഷം ശ്ലോകവും വായിക്കണം. അർത്ഥമറിഞ്ഞ് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കണം. അതിൽ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ദിവ്യതകൾ കാണിക്കുന്ന കൃഷ്ണനെ അധികം കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളെപ്പോലൊരു ഭഗവാനെ കാണാൻ പറ്റും. എങ്ങനെ നമുക്ക് ഈശ്വര പദവിയിൽ എത്താൻ സാധിക്കും എന്ന് ധർമ്മമനുസരിച്ച്